ഹായ് നമസ്കാരം. 4.3 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റുള്ള ഒരു 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് വരുന്ന ഒരു വീട് വരുന്നത് എറണാകുളം ജില്ലയിലാണ്. കാക്കനാടിനടുത്ത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വീട് വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ച ഒരു നല്ല വീട്, നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. 5 മീറ്റർ വിഡ്ത്താണ് വീടിൻ്റെ റോഡിനൊക്കെ നൽകിയിരിക്കുന്നത്, ഫ്രണ്ടിലായിട്ടുള്ള റോഡിന് നൽകിയിരിക്കുന്നത്. ഇതൊരു കോർണർ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീടിനെ കുറിച്ചാണ്. ഫുള്ള് ബോക്സി ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. 2 വശത്തേക്കും എലിവേഷൻ ഈ വീടിന് വരുന്നുണ്ട്. ഇവിടെ എല്ലാം ബോക്സി ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. സെൻറ്റർ ഭാഗത്തൊരു ജനൽ കാണാം. അവിടെ മുകൾ ഭാഗത്ത് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് വലിയ ബാൽക്കണിയാണ് നൽകിയിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽ വർക്ക് അവിടെ വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭിത്തിയിൽ ഹൈലൈറ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് ടെക്സ്ചർ വർക്കാണ്. ഇവിടെ നമുക്ക് ആ ഒരു ടെക്സ്ചർ വർക്ക് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് സിമെൻറ്റ് ബ്രിക്സിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വീടിൻ്റെ ഈ ഭാഗത്തും ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. അവിടെ ഒരു നമുക്ക് ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ വർക്കാണ് വരുന്നത്. മുകളിൽ ആ ബോക്സി ടൈപ്പ് ഡിസൈൻ തന്നെ വരുന്നുണ്ട്. വീടിൻ്റെ മതിലിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിൽ കൊടുത്തിരിക്കുന്നു. ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ തന്നെയാണ് ഇതിന് വരുന്നത്. ഇവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. ഗേറ്റ് സ്ലൈഡിങ്ങിലാണ് വരുന്നത്. സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഗേറ്റ്. ഇവിടെ ഫോൾഡിംഗ് ഗേറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറമ്പ് പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതുപോലുള്ള പുതിയ വീടുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അവിടെ. അപ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് മുറ്റം. വലിയ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കാർ പോർച്ചിൽ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ അറിയാം ഇവിടെ നല്ലൊരു സിമൻറ്റ് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ആ പില്ലർ തന്നെ ഇവിടെയും ഈ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സെയിം ടെക്സ്ചർ വർക്ക് തന്നെയാണ് അവിടെയും വരുന്നത്. ഇവിടെ കിണറിൻ്റെ സ്ഥാനം വരുന്നുണ്ട്. ഇത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. ഈ കിണറിൻ്റെ സ്ഥാനം വരുന്നത് കിഴക്ക് വടക്ക് ഡയറക്റ്റിൽ തന്നെയാണ്. അപ്പോൾ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണെങ്കിൽ ഇങ്ങോട്ട് മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഈ ഭാഗത്തും റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഇവിടെ ഏകദേശം ഒരു 2.5 മീറ്റർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും നല്ല 2 വീലറുകൾ അങ്ങനെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ സിറ്റ് ഔട്ട് ഇവിടെയാണ് വരുന്നത്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. 2 സ്റ്റെപ്പുകൾ വരുന്നു. അപ്പോൾ ഗ്രാനൈറ്റ്, ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് വീടിൻ്റെ മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. 2 നല്ല ഹാൻഡിലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ഡോർ തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയ ആണിത്. ഇവിടെ ഒരു 3 പാളി ജനലാണ്. നീളത്തിലുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പാർട്ടീഷൻ വാള് കാണാം. അത് നല്ല ഡിസൈൻ വർക്കിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ജനൽ ഇതാണ്. ആ ഡോറിനോട് ചേർന്ന് തന്നെ വരുന്ന ജനൽ. മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. അവിടെ ലോവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാനും കൊടുത്തിട്ടുണ്ട്. ടൈൽ വർക്കിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4x2 വിട്രിഫൈഡ് ടൈലാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ആർക്കി ഡ്രൈവിൻ്റെ ഡിസൈൻ കാണാം. ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് 2 സ്പേസും നമുക്ക് അടുപ്പിച്ചാൽ, അതായത് ലിവിങ്ങും ഡൈനിങ്ങും അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ്. ഡൈനിങ് ഏരിയയിൽ നിന്നാലും ലിവിങ് സ്പേസിൽ നിന്നാലും TV കാണത്തക്ക രീതിയിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ ലോവർ ഡിസൈൻ പാറ്റേൺ ക്യൂരിയോ ഷെൽഫ്, താഴെ സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 പാളികൾ ജനൽ കാണാം. അതുപോലെ തന്നെ വാഷ് ബേസിൻ ഇങ്ങനെ ഒതുങ്ങി മാറി തന്നെ ചെയ്തിട്ടുണ്ട്. 2 ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ വരുന്നുണ്ട്. താഴെ വാനിറ്റി കൗണ്ടർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡൈനിങ് സ്പേസിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഈ കിച്ചൺ നോക്കാം. കിച്ചൻ്റെ ഡോറ് ഇതാണ്. എല്ലാം വുഡൻ ഡോറുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫിനിഷിൽ വരുന്ന ടൈലുകളാണ്. 4x2 വെട്രിഫൈഡ് ടൈലാണ് ഡോറ് നൽകിയിരിക്കുന്നത്. കിച്ചൺ നല്ല വിശാലതയുള്ള കിച്ചനാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ L ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് വരുന്നു. താഴെയും മുകളിലും കബോർഡുകൾ വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ വിൻഡോ, ഇവിടെയും ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട്. ഇവിടെ
വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് കിച്ചണിലും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ആ ബെഡ്റൂം നേരെ നോക്കുമ്പോൾ തന്നെയാണ്, അതും വുഡൻ ഡോറ് തന്നെയാണ് അതിൻ്റെ ബെഡ്റൂമിന് വരുന്നത്. നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ. ഇതാണ് റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂം. ഇവിടെ ജനൽ വരുന്നുണ്ട്. അതിൻ്റെ പാനലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ജനലുകൾ ഈ ഭാഗത്തും വരുന്നുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. മുകളിലേക്ക് നോക്കിയാൽ ഫോൾ സീലിംഗ് വർക്ക് കാണാം. ഫാനുകൾ എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കബോർഡിൻ്റെ ഏരിയ. 3 വലിയ കബോർഡുകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ വേണമെങ്കിൽ ഇവിടെ ചെയ്തെടുക്കാം. ഒരു മിററൊക്കെ ഇവിടെ കൊടുക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം സ്ക്വയർ ടൈപ്പിലാണ് വരുന്നത്. വിശാലമായിട്ട് വലിയ ബാത്റൂമാണ് വരുന്നത്. ഇവിടെ ക്ലോസറ്റ് വരുന്നുണ്ട്. ഇവിടെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ. അതുപോലെ തന്നെ കയറി വന്ന് ഈ ഭാഗത്ത് വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോറ് ഫൈബറിലാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂം ഡോറുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് വരുന്നത് ഈ ഭാഗത്ത്. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ അതിൽ വരുന്നത് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ വീണ്ടും മുകളിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ്. അതിൻ്റെ റേസറും ഇതൊക്കെ ആയിട്ട് സ്റ്റെപ്പൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടൈലാണ്, ഗ്രാനൈറ്റാണ്. ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറങ്കോള കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നേരെ ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസാണ്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് 2 ബെഡ്റൂം യൂട്ടിലിറ്റി സ്പേസിലേക്കൊക്കെ നമുക്ക് പോകാനുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ബെഡ്റൂം കാണാം. ഇതാണ് ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ ഉള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു 3 പാളി ജനലാണ് വരുന്നത്. ഇവിടെ 2 പാളികളുള്ള ജനൽ. ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നു. ഇത് ബാത്റൂമാണ്. ബാത്റൂം എല്ലാം നല്ല വലിപ്പമുള്ളതാണ്. താഴത്തേക്ക് വേണ്ട ബാത്റൂമും ഈ ബാത്റൂമും വലിപ്പമുള്ളതാണ്. ഫിറ്റിങ്സുകളൊക്കെ സെയിം തന്നെയാണ്. ടൈലുകൾക്ക് മാത്രമാണ് അല്പം ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ. ടോട്ടൽ 4 ബെഡ്റൂമുകളാണുള്ളത് കേട്ടോ. ഇതിന് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. നമുക്കിത് യൂട്ടിലിറ്റി സ്പേസ് അല്ല. യൂട്ടിലിറ്റി സ്പേസ് വേറെ ഉണ്ട്. വലിയ റൂം തന്നെയാണ്, ബാത്റൂം ഇല്ല എന്ന് മാത്രം. അപ്പോൾ 3 ബെഡ്റൂമുകളും ഒരു വലിയ റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും ഈ വീടിന് അവൈലബിൾ ആവുന്നത്. ഇവിടെ 2 പാളി ജനൽ. ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കാണാം. ഈ റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാനുള്ള ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. മുകളിലത്തുള്ള ഇത് വലിയ ബെഡ്റൂമാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെ. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. ഇവിടെയും ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ വാർഡ്രോബാണ് വരുന്നത്. 3 പാളികളിലെ വാർഡ്രോബ്. ഇത് ബാത്റൂമിൻ്റെ ടൈലുകൾ ഗ്ലോസി ഫിനിഷിലാണ് വാൾ ടൈലുകൾ വരുന്നത്. ബാത്റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള തന്നെയാണ് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്. ഇനി ഈ വീടിൻ്റെ ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ വരുന്നത്. സ്റ്റീലും ഗ്ലാസ്സുമാണ് ഹാൻഡ് റെയിലായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് ഇവിടെയാണ് വരുന്നത്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം ഇവിടെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ടാപ്പ് ഇവിടെ കാണാം. അതുപോലെ തന്നെ മുകളിലേക്ക് പോകാനായിട്ട് ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി സ്ക്വയർ ട്യൂബിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. 3 ബെഡ്റൂമുകളും വലിയ വേറൊരു റൂമും കൂടിയുള്ള ഒരു വീട്. യൂട്ടിലിറ്റി സ്പേസ് സെപ്പറേറ്റ് വേറെ അവൈലബിൾ ആണ്. കിണർ വെള്ളമുണ്ട്. അതുപോലെ തന്നെ KW വാട്ടർ കണക്ഷൻ. ഒരു കമ്മ്യൂണിറ്റിയിലാണ് വീട് വരുന്നത്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ച വീട്.
ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ ദൂരം, ചാർട്ടർ സ്കൂളിലേക്ക് ഏകദേശം 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് അകലം വരുന്നത്. സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. എയർപോർട്ടിലേക്ക് നമുക്കൊരു 15 മിനിറ്റിൽ എത്തിച്ചേരാം. നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു 4 കിലോമീറ്ററൊക്കെ ആയിരിക്കും ഏകദേശ ദൂരം വരുന്നത്. ഈ വീടിൻ്റെ വില 85 ലക്ഷം രൂപയാണ്, പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കാം.